നീറ്റ് പരീക്ഷയിലും അല്ലെ CBSE പരീക്ഷയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പിഴവുകൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനകത്ത് കടുത്ത നടപടി ആവശ്യമായിരുന്നു. അക്കാര്യത്തിൽ നടപടിയെടുത്തു. അവിടെ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിനകത്ത് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ട് അതിൽ നടപടി ഉണ്ടാക്കണം. നടപടി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും സമരം നടത്തുന്നതിലും ആർക്കും പ്രശ്നമില്ല. കാരണം ഇത്തരത്തിലൊരു വലിയ പരീക്ഷയ്ക്കകത്ത് ഈ രീതിയിലൊരു താളം തെറ്റൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധം സ്വാഭാവികമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാം, പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാം. പക്ഷേ പ്രതിഷേധം ഏത് ദിശയിലാണ് പോകേണ്ടത്? രാജ്യവിരുദ്ധരുടെ ഒരു കൂട്ടായ്മയായിട്ട് പ്രതിഷേധം മാറുന്ന ഘട്ടത്തിലാണ് ഇന്ന് പാറ്റാ സമരത്തിനെതിരെ വലിയ ജനകീയ വികാരം ഭാരതത്തിലെമ്പാടും അലയടിക്കുന്നത്. കാരണം ഈ സമരത്തിൻ്റെ സ്വഭാവം മാറാനുള്ള അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത്, ഒന്ന്, ഈ സമരം ഒരു മനുഷ്യനും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. നമ്മൾ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ജന്തർ മന്ദിറിൽ ചുമ്മാ 4-5 പേര് കൂട്ടം കൂടി നടക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ വരുന്ന വേളയിൽ സ്വാഭാവികമായിട്ടും ഇനി അക്രമം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലേ 10 പേര്, ഇപ്പം ചില ട്രോൾ വീഡിയോയിലൊക്കെ പറയുമല്ലോ, ഒന്ന് ഓവറായി കഴിഞ്ഞാലേ എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഒന്ന് ഓവറാകാൻ വേണ്ടി പാറ്റകൾ ചെയ്തു കൂട്ടിയതാണ്. സമരങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 10 വർഷക്കാലം UPA സർക്കാർ ഭരിക്കുന്ന വേളയിൽ ഇത്തരം സമരങ്ങൾ, അണ്ണാ ഹസാരയുടെ സമരം ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. അണ്ണാ ഹസാരയുടെ സമരം നടക്കുന്ന സമയത്ത് അത് വലിയ ജനകീയ സമരമായിരുന്നു. ഈ പറയുന്ന പോലെ ഇവിടുന്ന് കൊണ്ട് ആൻറ്റി നാഷണൽസിനെ ഏതെങ്കിലും വണ്ടിക്കകത്തോ ചാക്കിനകത്തോ കൊണ്ട് ഇറക്കിയിട്ടുള്ള സമരമായിരുന്നില്ല. അണ്ണാ ഹസാര ഒരു ഗാന്ധിയനാണ്. അദ്ദേഹത്തിൻ്റെ സമരത്തിന് ആയിരക്കണക്കിന് ആളുകൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്ന് ജന്തർ മന്ദിറിലേക്ക് എത്തിയിരുന്നു. ആ സമരത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും പോലീസ് ജീപ്പ് കത്തിച്ചോ? ഏതെങ്കിലും ട്രെയിനിന് കല്ലെറിഞ്ഞു? പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ട വന്നില്ലല്ലോ. ഇനി അണ്ണാ ഹസാരയുടെ സമരത്തിന് ശേഷം യോഗ ആചാര്യൻ ബാബ രാംദേവ് രാംലീല മൈതാനിയിൽ നടത്തിയ ഐതിഹാസികമായ സമരം വലിയ സമരമായിരുന്നു. ബാബ രാംദേവിനെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം അർദ്ധരാത്രിയിൽ സ്റ്റേജിൻ്റെ പുറകിൽ നിന്നെടുത്ത് താഴോട്ട് ചാടുന്നു. അദ്ദേഹത്തെ പിന്നെ ഓടിച്ചിട്ട് പോലീസ് പിടിക്കുന്നു. വലിയ നാടകീയ സംഭവങ്ങളുണ്ടായി. പക്ഷേ അതിൻ്റെ പേരിൽ ജനജീവിതം സ്തംഭിപ്പിക്കുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് 10 വർഷക്കാലം UPA ഭരിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടന്നു. UPA സർക്കാർ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് അത് മാത്രമല്ല ഗൗതം, നിർഭയ സമരം 2014 നടന്ന നിർഭയ സമരം, ആ സമരത്തെ ഇവർ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. വളരെ കൃത്യമായൊരു സോഷ്യൽ കോസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതിൽ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും വളഞ്ഞിട്ട് ആക്രമിക്കുക, ലാത്തി കൊണ്ടടിക്കുക, അതുപോലെ കണ്ണീർവാതകം പ്രയോഗിക്കുക, ഗ്രനേഡ് എറിയുക, മാരകായുധങ്ങളുമായാണ് അന്നത്തെ UPA സർക്കാർ ആ സമരത്തെ നേരിട്ടത്. അവരാണ് ഇപ്പോൾ നിഷ്ഠൂരമായ പോലീസ് നരനായാട്ടാണ് ജന്തർ മന്ദിറിൽ നടന്നത് എന്ന് പറയുന്നത്. അതെ, ആ നിർഭയ സമരം പോലും പൊതുമുതൽ നശിപ്പിക്കുകയോ സാധാരണക്കാരനെ ആക്രമിക്കുകയോ ചെയ്യുന്നതായിരുന്നില്ല. ഞാൻ പറഞ്ഞത് അന്നും ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 10 വർഷക്കാലം എത്രയോ വലിയ പ്രശ്നങ്ങൾ അന്നുണ്ടായി. ഈ പറഞ്ഞ 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള സ്കാമുകളുടെ ഒരു നീണ്ട തരം, പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ അന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കൽക്കരി കുംഭകോണം, ഇങ്ങനെ ഒരുപാട് കേസുകൾ വന്നു. രാജ്യത്ത് മുഴുവൻ സ്ഫോടന പരമ്പരകൾ നടക്കുന്ന സമയമായിരുന്നു. അതിനെതിരെയൊക്കെ വ്യാപകമായ പ്രതിഷേധം ജനാധിപത്യ മാർഗത്തിലാണെന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന BJP നടത്തിയത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അണ്ണാ ഹസാരെ ആയിക്കോട്ടെ, ബാബ രാംദേവ് ആയിക്കോട്ടെ, അത്തരം ഒരുപാട് സമരങ്ങൾ നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് തീർച്ചയായിട്ടും ദേശവിരുദ്ധ ശക്തികളുടെ നുഴഞ്ഞുകയറ്റം ഈ സമരത്തിൽ കൃത്യമായിട്ടുണ്ട്. അവർ പോലീസ് ജീപ്പുകൾ ആക്രമിക്കുന്നു, പോലീസുകാരെ ആക്രമിക്കുന്നു. വ്യാപകമായി ഏതാണ്ട് 100-ന് മുകളിൽ പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ ഡൽഹിയിൽ നമ്മൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത് നാടകീയ രംഗങ്ങൾ അരങ്ങേറുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഈ ആൻറ്റി നാഷണൽസിന് പിന്തുണ അറിയിച്ച് എത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ രസകരമായ സംഭവം, വയനാട് ദുരന്തം നടന്നിട്ട്, വയനാട് കല്ലാടിയിൽ ദുരന്തം നടന്നിട്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രിയങ്ക വാദ്രയാണ് ജന്തർ മന്ദിറിൽ പോയിട്ട് ഈ പറയുന്ന പാർട്ടികൾക്ക് പിന്തുണ അറിയിക്കുന്നത്. അപ്പോൾ ഇത് വാതുറന്ന് ചോദിക്കാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ CJPയുടെ സമരം കണ്ട് കോരിത്തിരിച്ച് അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഒരു മഹാൻ അരമണിക്കൂറോളം ഇൻട്രോ വായിച്ച് സ്വയം പുളകം കൊള്ളുന്ന കണ്ടു. അപ്പോൾ ഇൻട്രോയ്ക്കകത്തൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഈ പറയുന്ന ആളുകളുടെ ഒപ്പമുള്ള അവരുടെ സഹപ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഈ പാറ്റകളുടെ ആക്രമണത്തിൽ. കേരളത്തിൽ നിന്നുള്ള കല്ല് വന്ന് വീഴുന്നതൊക്കെ നമ്മൾ അവരുടെ സംപ്രേഷണത്തിനിടയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതെ, പല ചാനലുകളുടെയും, അതായത് ഈ ഫ്ലോറിലിരുന്ന്, അതായത് ഈ ഫ്ലോറിനകത്തിരുന്ന് പാറ്റാ സമരത്തെ വാഴ്ത്തി പാടുന്ന ആങ്കർമാർ പറയുന്നത് ഒന്ന്, സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ടർമാർ പറയുന്നത് വേറെ. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ആങ്കർ കോരി ഇങ്ങനെ തരിക്കുകയാണ് ഈ ഇൻട്രോ ഇങ്ങനെ വായിച്ചിട്ട്. അരമണിക്കൂർ ഇൻട്രോ പ്രോംപ്റ്ററിൽ അടിച്ചിട്ട് വായിച്ച് കോരി തരിക്കുന്നത് കേട്ടു.
ഈ ആങ്കറുടെ റിപ്പോർട്ടർ അവിടെ നിന്നോട് പറയുന്നത് എന്താണ്? അവിടെ മുഴുവൻ തല്ലിപ്പൊളിച്ചിട്ടേക്കാണ്. ഏറെ മേടിച്ച് നിൽക്കുകയാണ്. ഏറ് മേടിച്ച് നിൽക്കണം. പാവപ്പെട്ട എനിക്കൊപ്പം വർക്ക് ചെയ്ത പല റിപ്പോർട്ടേഴ്സിനും ഇന്നലെ ഏറ് മേടിച്ച് അവർ പരിക്കേറ്റിരിക്കുകയാണ്. അവർ റിപ്പോർട്ടേഴ്സ് കയ്യിൽ കല്ലെടുത്ത് വെച്ചിട്ട് രൂക്ഷമാണ് ഡൽഹിയിലെ സാഹചര്യം, അക്രമികൾ കല്ല് ചാക്കിനകത്ത് കൊണ്ടുവന്ന് എറിയുകയാണ് മാധ്യമപ്രവർത്തകരെ വരെ എന്ന് റിപ്പോർട്ടർ പറയുമ്പോൾ ആങ്കർ ഇവിടെ ഇരുന്ന് കോരിത്തരിക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കൂ. അതെ അതെ